ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, വെസ്റ്റ് ബംഗാളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നശിച്ചു, നരകമായി വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്താ അറിയോ? ഇവിടെയുള്ള എല്ലാ സുഡാപ്പികളും വെസ്റ്റ് ബംഗാളിലെ ഈ ആക്രമണം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആക്കി ഇടുമ്പോൾ അതിന്റെ താഴെ മുഴച്ചു നിൽക്കുന്നത് റിയാക്ഷനാണ്. റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. അതിന്റെ താഴെ ഇവര് വ്യാകുലപ്പെടുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം വെസ്റ്റ് ബംഗാളിൽ നടക്കുകയാണ്. അടുത്ത മണിപ്പൂരായി മാറുകയാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. വെസ്റ്റ് ബംഗാളിന്റെ സംഭവം ആരും, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മിണ്ടുന്നില്ല. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫേസ്ബുക്ക് പേജിൽ അവരിട്ട ഒരു വീഡിയോ കണ്ടു നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് തുറക്കുകയാണ് അവര്. എന്നിട്ട് മലയാളത്തിലെ കമ്മ്യൂണിസ്റ്റ് കേരള പേജ് ഇട്ടിരിക്കുന്ന ഇത്ര വർഷം പൂട്ടിക്കിടന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് നമ്മൾ ഇതാ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. സുഡാപ്പികൾ അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ്. കാരണം ഏറ്റവും കൂടുതൽ അടികൊണ്ട് പദം വന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ. പക്ഷെ എങ്കിലും വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അവർ അടങ്ങുന്നില്ല എന്നുള്ളതാണ് TMC ഗുണ്ടകള്. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ വലം കൈയായിട്ടുള്ള ചന്ദ്രനാഥ് റദ്ദ്, അദ്ദേഹത്തിന്റെ PA ആയിട്ടുള്ള ചന്ദ്രനാഥ് റദ്ദിനെ ഇവർ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ. പക്ഷെ ഇപ്പോ BJP കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, കേന്ദ്രം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, സത്യപ്രതിജ്ഞ വരെ ഒന്ന് കാത്തിരിക്കണം, നിങ്ങൾ ബഹളം വയ്ക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ പാനിക് ആകരുത് എന്നാണ് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. എന്തായിരിക്കും വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്? വലിയൊരു ഫൈറ്റിനുള്ള കളം ഒരുങ്ങുകയാണ്. ഞാൻ ആദ്യം തന്നെ വീഡിയോയെ കുറിച്ചൊന്നും പറയാം. ധനുഷ് പറഞ്ഞല്ലോ അവിടെ CPM സഖാക്കള്, അതിന്റെ മറുഭാഗം ആരെങ്കിലും കണ്ടോ ആ വീഡിയോ? അത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കയറുന്നവരാണല്ലോ. സോഷ്യൽ മീഡിയ കയറുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ സാധനങ്ങൾ മാത്രം നോക്കുക. അതിന്റെ ഒരു മറുഭാഗമുണ്ട്. എന്താ സംഭവം എന്നറിയാം? ചിലയിടത്തൊക്കെ BJP ജയിച്ച MLA വന്നിട്ടാണ് അവിടെ നിൽക്കുകയാണ്. ആ ഭാഗം സഖാക്കൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതാ നിങ്ങൾക്ക്, അദ്ദേഹം പറയുന്ന അതിന്റെ ഒരു ചെറിയ പ്രസംഗമുണ്ട് അതിൽ. ഈ കമ്മ്യൂണിസ്റ്റുകൾ ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്നു, ഇനി ഭയക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. പക്ഷെ നിങ്ങൾ പഴയതുപോലെ അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ, അതും പറയുന്നുണ്ട് പുള്ളി, അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് സഖാക്കൾ പോയിട്ട് ഓഫീസ് തുറക്കുന്നത്. എന്നിട്ട് മൂർഷിദാബാദിൽ വന്നു കഴിഞ്ഞപ്പോൾ ലെനിന്റെ പ്രതിമ ഇരിക്കുന്നുണ്ട്, അത് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ജനം. അത് BJP ആണോ എന്ന് എനിക്കറിയില്ല. ജനങ്ങൾ തല്ലിപ്പൊളിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു ലെനിന്റെ പ്രതിമ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് പകരം രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ വെക്കൂ എന്നാണ് ആ ജനക്കൂട്ടം പറഞ്ഞത്. ജനക്കൂട്ടം എന്നാണല്ലോ നമ്മൾ മനോരമയൊക്കെ ഇപ്പൊ പുതിയ ഭാഷ, നമ്മളും ജനക്കൂട്ടം എന്ന് പറയുന്നു. ആ ജനക്കൂട്ടം വന്ന് തകർത്ത് കളയുന്നുണ്ട്. അവിടെ എല്ലാം BJP സ്ട്രിക്റ്റ് നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. എന്നിട്ടാണ് ഇനി കോൺഗ്രസിന്റെതും ഇതേപോലെ തന്നെയാണ്. BJP പ്രാദേശിക നേതാവോ ഇല്ലെങ്കിൽ അവരൊരു കൂട്ടമായി വരും, അവരുടെ നേതാവ് ഒരു പ്രസംഗം ആദ്യം നടത്തും, അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പോയി ഓഫീസ് തുറക്കും. അല്ലാതെ അവർ പിടിച്ചെടുക്കുന്നതല്ല. അങ്ങനെ അവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർ ലെനിന്റെ പ്രതിമ അടിച്ചു തകർക്കുന്നവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മുർഷിദാബാദിൽ CPM ഓഫീസിന്റെ വാതിലാണ് ലെനിൻ പ്രതിമ ഇരിക്കുന്നത്, അടിച്ചു കളഞ്ഞു. കാരണം ലെനിനും നമ്മുടെ ആവശ്യമില്ലാത്തൊരു സാധനമാണല്ലോ. കാരണം ലെനിനും ഈ ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഇദ്ദേഹത്തിന്റെ PA, പേഴ്സണൽ അസിസ്റ്റന്റ് കൂടിയാണ് ഇദ്ദേഹമാണ്, ഭവാനിപൂരിൽ ഈ സുവേന്ദ്ര അധികാരിക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അഹോരാത്രം പണിയെടുത്തൊരു വ്യക്തി കൂടിയാണ് ഈ രഥ്. അദ്ദേഹം വ്യോമസേന ഉദ്യോഗസ്ഥനാണ്. അതിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം അത് മാത്രവുമല്ല, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശ്രമത്തിലെ ഒരു വ്യക്തി കൂടിയാണ്. ആ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഇദ്ദേഹം സന്യാസത്തിലേക്ക് പോകാനൊരു താല്പര്യത്തിൽ നിൽക്കുമ്പോഴാണ് സുവേന്ദു അധികാരിയുടെ കൂടെ കൂടുന്നത്. ഇപ്പോഴല്ല, വളരെ നേരത്തെ തന്നെ 2021 തൊട്ട് സുവേന്ദു അധികാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു നിസ്വാർത്ഥ സേവകനായിരുന്നു എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുന്നു, അതിന് തൊട്ടുപുറകെ വേറൊരു കാർ വരുന്നു. ആ ഈ പറയുന്ന ചന്ദ്രദാസ് റഥിന്റെ കാറ് സ്ലോ ചെയ്യുമ്പോൾ മറ്റേ കാർ ഇതിന്റെ പുറകിൽ വന്ന് ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാർ നിർത്തുന്നു. അപ്പോഴേക്കും 4ഓളം ബൈക്കുകളിൽ എത്തിയ അക്രമകാരികൾ വരികയും തുരിതര വെടിവെക്കുകയും മരിച്ചത്. അതിനെക്കുറിച്ച് ഒരുപാട് റൂമറൊക്കെ പരക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നമ്മൾ പറയുന്നില്ല. ഭീകരവാദികളാണ്, ബംഗ്ലാദേശിൽ നിന്നിട്ടുള്ള ഭീകര ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി ആർജഗർ ആശുപത്രിയിലെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ, ഇപ്പോഴത്തെ MLA രത്നാജിയുടെ വീടിന് സമീപം ബോംബ് സ്ഫോടനം നടക്കുന്നു. അതായത് നാടൻ ബോംബുകൾ എറിയുന്നു. 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതുകൂടാതെ BJP പ്രവർത്തനോട് വെടിയേറ്റിട്ടുണ്ട്. അപ്പോഴേക്കും ഇന്നലെ തന്നെ BJP പ്രവർത്തകരെല്ലാം കൂടെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സുവേന്ദു അധികാരി പറഞ്ഞു, 24 മണിക്കൂർ സമയം തരണം, ആത്മസംയമനം പാലിക്കുക മാത്രമല്ല നിയമം കയ്യിലെടുക്കരുത്, ഞങ്ങൾ കയറിയിരിക്കുന്നത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു സമയം തരണം, ഞങ്ങൾ അധികാരത്തിൽ ഏറിയാലല്ലേ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ, ഞങ്ങൾ സത്യപ്രതിജ്ഞ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നു.
ഇന്ന് ശ്രീമാൻ അമിത്ഷാ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം അമിത്ഷാ ഇവിടെ എത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല. അദ്ദേഹം അവിടെ എത്തുന്നത് പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ സുവേന്ദു മുഖ്യമന്ത്രിയും 2 വനിതകൾ ഉപമുഖ്യമന്ത്രിമാരാകുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും അത് നല്ലൊരു കാര്യമാണ്. കാരണം വനിതകളെ വെച്ചിട്ടായിരുന്നു ഇത്തവണ ബംഗാളിൽ BJP പ്രചരണം നടത്തിയത് മുഴുവൻ. കാരണം വനിത സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമാണ് ബംഗാൾ. അപ്പൊ സ്ത്രീ സുരക്ഷയായിരുന്നു വലിയ മുദ്രാവാക്യമായി ഉയർത്തിയത്. അതുകൊണ്ട് 2 വനിതകൾ ഉപമുഖ്യമന്ത്രിയായിരുന്നത് ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ വലിയൊരു കീഴ്വഴക്കമാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് BJP. എന്ത് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ MLA-മാരും MP-മാരും ഒക്കെ ഉള്ള ഒരു പാർട്ടി തന്നെയാണ്. അത് മാത്രവുമല്ല, അവിടെ 2 ഉപമുഖ്യമന്ത്രിമാരും വനിത എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശവും വലുതാണ്. അപ്പം അങ്ങനെ വരുന്നു എന്ന് കേൾക്കുന്നു. അതിന് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്ത, ആ വാർത്ത ശരിയുമാണ്. ആ വാർത്തയിൽ ഈ UP-യുടെ DGP ആയിരുന്ന എൻകൗണ്ടറിലെ രാജാവ്, 100ഓളം എൻകൗണ്ടറുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി, ആ DGP 5 വർഷത്തേക്ക് ബംഗാളിൽ ഡെപ്യൂട്ടേഷൻ വർക്ക് ചെയ്യുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരി അവിടെ ഒരു ഒതുക്കൽ, അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ അന്ന് രാത്രി മുതൽ അജയ്പാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു ഒതുക്കൽ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത് 24 മണിക്കൂർ സമയം തരുമെന്ന്. രണ്ടാമത്തെ കാര്യം, UP-യിൽ നിന്ന് ബുൾഡോസറുകൾ ഇപ്പോൾ വ്യാപകമായി ബംഗാളിൽ എത്തിക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ UP-യിൽ, കാരണം അത് അവിടെ എത്തിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരുപാട് ഈ വണ്ടി ഗുഡ്സ് ട്രെയിനിനകത്ത് ഇവിടെ എത്തിക്കുന്നു. അതിന്റെ വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് എനിക്ക് എന്നുവെച്ചാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബംഗാൾ കാണാൻ പോകുന്നത് വലിയൊരു നിരത്തലാണ്. കാരണം ഇവിടെ നടക്കുന്നത്, ഇവിടെ ഈ നമ്മുടെ ഈ മൗദൂദി ചാനലൊക്കെ പറയുന്നത് ഒരു കലാപം നടക്കും, അവർ വെറുതെ പറയുന്നതൊന്നുമല്ല. അത് അണിയറയിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ പൊട്ടുന്നത്. അതൊരു വലിയ തിരിച്ചടിയായിട്ട് നടക്കുമ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കരയാൻ തുടങ്ങുന്നത്. വലിയ രീതിയിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു. ഇവിടെ ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ വളരെ സന്തോഷത്തിലാണ്. തദ്ദേശീയരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, അവിടെ ജനിച്ചു വളർന്ന് ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ എന്ന് തന്നെ വ്യക്തമായി തന്നെ പറയാം, അവർ വളരെ ഹാപ്പിയാണ്. മറ്റേ ഈ കടന്നുകയറ്റക്കാരാണ് അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ഹാപ്പിയാണ് എന്ന് പറയാൻ കാരണം അത്തരം വീഡിയോകൾ ഒരുപാടായി തന്നെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ പോലും ഇത്രയും മുസ്ലിങ്ങൾ BJP-ക്ക് വേണ്ടി കൊടി പിടിച്ചിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. കാരണം അവിടെയൊക്കെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പൊ അതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സുവേന്ദു അധികാരി പറഞ്ഞു 24 മണിക്കൂറിനകം നിർണായകമാണ് ബംഗാൾ. കാരണം ഇന്ന് വരുന്നു, നാളെ 9-ാം തീയതിയാണ്, നാളെയാണ് സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യം അവിടെ നടക്കുന്നത് ഈ ഗുണ്ടകൾ പലരും നാട് വിട്ടു എന്നുള്ള വാർത്തകളാണ് ബംഗാളിൽ നിന്ന് വരുന്നത് മുഴുവൻ. ഗുണ്ടകളെയും തൃണമൂലിന്റെ ഗുണ്ടകളെയൊന്നും കാണുന്നില്ല. ഇനി അവശേഷിക്കുന്ന അവരുടെ ചെറിയ ഗുണ്ടാ സെറ്റപ്പുള്ള പാർട്ടികളാണ്. അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, വിവരവും ഇല്ലാത്തതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന മമത വീണ്ടും ശക്തിയായി വരും, മമത എന്തെങ്കിലും മാജിക്ക് കാണിക്കുമെന്നുള്ളതാണ്. 71 വയസ്സ് കഴിഞ്ഞ മമതയ്ക്ക് പ്രത്യേകിച്ച് മാജിക്കൊന്നും കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിയമസഭയിലേക്കും അവർക്കൊരു എൻട്രി ഇല്ല. മമത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെ എല്ലാവരും നിയമസഭയിൽ പോകേണ്ടത് കറുപ്പ് ഡ്രസ്സ് അണിഞ്ഞ് വേണം പോകാനെന്ന്. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മമത കറുപ്പ് ഡ്രസ്സ് അണിഞ്ഞ് കാണണമെന്ന്. പക്ഷെ ദൈവം സഹായിച്ചത് പറ്റില്ല. കാരണം അവർ MLA അല്ല. കാരണം മമതയെ നമ്മൾ വെള്ള ഡ്രസ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വെളുത്ത ചെരുപ്പും വെളുത്ത സാരിയുമാണ് മമതയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവര് കറുപ്പിട്ട് വന്നിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ അവർ കറുപ്പണിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഏതായാലും ഒരു നിരത്തിന് ഒരുങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. അദ്ദേഹം സാധാരണഗതിയിൽ വളരെ പ്രകോപനപരമായിട്ട് ഭയങ്കര വൈകാര്യമായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്റെ സഹപ്രവർത്തകൻ ഇല്ലെങ്കിൽ വലങ്കയുടെ ആ ഒരു മൃതശരീരത്തിന് അടുത്ത് നിൽക്കുമ്പോൾ പോലും ആത്മസംയമനം കടിച്ച് അവർത്തിക്കൊണ്ടാണ് പുള്ളി പറയുന്നത്, ആരും ഒന്നും ചെയ്യരുത്, ആരും ഇറങ്ങരുത്, ഒന്നിനും പോകരുത്, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്ന സമയം എനിക്ക് തരണം, അത്രയും സമയം മാത്രം എനിക്ക് തന്നാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പം നമ്മുടെ മലയാള മാധ്യമങ്ങൾ നിരന്തരം വാർത്തകളുമായി വരും. ന്യൂനപക്ഷ പീഡനം, വംശഹത്യ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളുമായി വരും. ഏതായാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. നമ്മളും ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ വാർത്തകളുമായി കുറച്ച് ദിവസം കൂടെ മുൻപോട്ട് പോകേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.